ഹലോ ഫ്രണ്ട്സ്, വേദുവിനെ കാണാൻ ഓണത്തിന് അംബിക മാം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലോട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നമ്മളിവിടെ ഞങ്ങളോടൊപ്പം ഹാപ്പി ഓണം. എൻ്റെ വേദിയെ കുട്ടിയെ കാരണം എനിക്കിവിടെ വരാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ താമരക്കുളം അമ്പലത്തിൽ, അയ്യപ്പൻ്റെ അമ്പലത്തിൽ വരാൻ പറ്റിയത് അതിനേക്കാളും സന്തോഷം. ഇങ്ങനെയൊരു അയ്യപ്പൻ്റെ ക്ഷേത്രമുള്ള കാര്യമേ എനിക്കറിയില്ല. ശബരിമല പോകാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടം ഇവിടെ വന്നപ്പോൾ മാറിക്കിട്ടിയതായിട്ടൊരു ഫീലിംഗ്. എനിവേ, ഇവിടെയുള്ള എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ ആൻഡ് താങ്ക് യു വേദിയെ കാരണം ഞാനിവിടെ വന്നത്. നമ്മുടെ വീട്ടിൽ വന്നതൊരു പ്രൗഡ് മൂമെൻ്റ് ആയിരുന്നു കേട്ടോ. അംബിക മാം ഇത്രയും വലിയൊരു ലെജൻഡ് ആക്ട്രസ് നമ്മുടെ വീട്ടിൽ വന്നു, നമ്മുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിച്ചു. മാമിന് എല്ലാ ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു. അമ്മയാണ് കേട്ടോ, എൻ്റെ അമ്മയാണ് ഫുഡ് ഉണ്ടാക്കിയത്. അപ്പം പുട്ട്, ചെറുപയർ, അങ്ങനെ ഇഡ്ഡലി, സാമ്പാർ എല്ലാം ഉണ്ടായിരുന്നു. മാമിന് എല്ലാം ഭയങ്കര ഇഷ്ടമായി. മാം നമ്മുടെ കൂടെ ഇരുന്ന് കഴിക്കുക, അവളുടെ കൂടെ ഇരുന്ന് കഴിച്ചു. അവൾക്ക് വേണ്ടിയാണ് വന്നതെന്നൊക്കെ പറയുമ്പോൾ നമുക്കതൊരു വേദു ആകെ ഒരു കിളിപോയ അവസ്ഥയിലായിരുന്നു കേട്ടോ. അവൾക്ക് വേണ്ടി വന്നു എന്നൊക്കെ പറയുമ്പോൾ അവൾക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും എന്താ പറയണ്ടെന്ന് അറിയാത്തൊരു കിളി പോയ 2 വർഷങ്ങൾ അല്ലേ, 2 വർഷമായി 2 വർഷം കഴിഞ്ഞിട്ട് ഞാൻ വേദിയെ കാണുകയാണ്. ജി കേരളത്തിൻ്റെ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ വന്നിട്ട് പുട്ടടിച്ചിട്ട് നമ്മൾ ഇങ്ങനെയൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല കേട്ടോ. മാം നമ്മുടെ വീട്ടിൽ വരുന്നു, നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങി സംസാരിക്കുന്നു, നമ്മുടെ ക്ഷേത്രത്തിൽ വന്ന് തൊഴുകുന്നു. ഞാനൊക്കെ ചെറുപ്പം മുതൽ പോയിക്കൊണ്ടിരുന്ന അയ്യപ്പ ക്ഷേത്രമാണ്. മാം ആണെങ്കിൽ വേദുവിനെ നല്ല കെയർ ചെയ്ത് ഇത്രയും ദിവസം കാണാത്തതിൻ്റെയൊക്കെ ആ ഒരു സ്നേഹവും വാത്സല്യമൊക്കെ മാമിന് ഉണ്ടായിരുന്നു കേട്ടോ. ഡ്രാമ ജൂനിയേഴ്സിൽ ഇരിക്കുമ്പോഴായാലും അതേ മാമിന് ഭയങ്കര സ്നേഹമായിരുന്നു. എല്ലാ മക്കളോടും ഭയങ്കര സ്നേഹമായിരുന്നു. അതേ സ്നേഹം മാമിന് ഇപ്പോഴും ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പോഴും അത് കോർത്ത് വെക്കുന്നുണ്ട് മാം എല്ലാ കാര്യങ്ങളും. നമുക്ക് ഭയങ്കര സന്തോഷമായി. വേദു പെട്ടെന്ന് സൈലൻ്റ് ആയിട്ട് അവൾക്ക് എന്താ പറയണ്ടെന്നൊക്കെ പെട്ടെന്ന് അറിയാത്ത പോലത്തെ ഒരു മൊമെൻ്റ് ആയിരുന്നു അവൾക്ക്. ഈ ഡയലോഗാണ് ജി കേരളത്തിൽ നീ ആദ്യമായിട്ട് എൻ്റെ നോക്കി പറഞ്ഞത്. ഡ്രാമ ജൂനിയേഴ്സിലെ മാമിനോട് പറഞ്ഞ അതേ ഡയലോഗ് മാമിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ വീട്ടിൽ വന്നിട്ട് പറയുമ്പോൾ അത് വല്ലാത്തൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ കുറേ ക്യൂട്ട് മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു മാമിൻ്റെ കൂടെ വേദുവായിട്ട്. അപ്പോൾ ഇതെല്ലാം പറ്റിയതിന് ദൈവത്തിനോട് നന്ദി പറയാണ് കേട്ടോ ഈ ഒരു മൊമെൻറ്റിൽ. പിന്നെ അമ്മ ഉണ്ടാക്കിയ ഫുഡ് ഭയങ്കര ഇഷ്ടമായിട്ടോ മാമിന്. അതിനെക്കുറിച്ച് മാം പറഞ്ഞേ. ഞാനിവിടെ വന്നപ്പോൾ പാചകം ചെയ്ത ഇദ്ദേഹമാണ്, പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ഉള്ളി സാമ്പാർ സൂപ്പർ, അച്ചാറും ഇഷ്ടമായി. ജോലീസ് കറി വേൾഡിൻ്റെ നന്നായിരുന്നു കേട്ടോ, എസ്പെഷ്യലി ആ സാമ്പാർ. അങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് മാം തിരിച്ചു പോയി. മാമിന് കുറേ സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.